ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു ഫുഡ് വീഡിയോയിലിട്ട് സാധനം ഇത് കണ്ടല്ലോ. ഇത് കാരണം ഈ സാധനം നമ്മളൊന്ന് ചിക്കൻ്റെ പാർട്സ് ഈ സാധനം നമ്മളൊന്ന് നല്ല കുരുമുളക് ഇട്ട് നമ്മൾ സ്വന്തം റെസിപ്പി വരും. അപ്പോൾ കണ്ടോണം നമ്മൾ ഫ്രൈ ചെയ്ത് നല്ല അട്ടിപ്പൊളിയാക്കി നല്ല പെരളനാക്കി എടുക്കാൻ പോകട്ടോ. എല്ലാവരും ഫ്രൈ ചെയ്തല്ലേ കഴിച്ചേക്കണേ. ഇനി നമ്മൾ നല്ല സെറ്റാക്കി എടുക്കാൻ പോകാം. അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. ബാ അത് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബട്ടറിൽ തീയൊന്നും കത്തിച്ചിട്ടില്ല. നമുക്കതിനകത്ത് പരിപാടിയില്ല. നമ്മൾ തീ കത്തിച്ചിട്ടില്ല, ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മളിതൊക്കെ ഇട്ട് നന്നായിട്ടത് തിരുമ്മി ഇതിനെ എല്ലാം പിടിപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ തീയെത്തിക്കൂ കേട്ടോ. വീടുന്ന സാധനം കണ്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചോണം. സവോള ഇതെങ്ങനെയായിട്ടാണ് ഇതുണ്ടല്ലോ. സവോള തക്കാളി കണ്ടല്ലോ അല്ലേ കഷ്ണം കേട്ടായിട്ടാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതൊക്കെ നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. ഈ കിഴങ്ങ് ചെറിയ ഉള്ളു. ഇനി ഇതെല്ലാം സെക്കൻഡ് ഉള്ളു കേട്ടോ. ഗരം മസാല ഉണ്ട്, മുളകുണ്ട്, ഉപ്പുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഇട്ടോണം. ഇപ്പം ഇത്തിരി കുറച്ചിട്ടാൽ നമുക്ക് ഗ്രേവി ഉണ്ടാക്കും വേണേൽ ചില ഇടാം. എന്നാലും ഉപ്പിട്ട് തിരുമ്പി കഴിച്ചാലേ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ സ്വന്തം സാധനം. ഇത് കറുവാപ്പട്ട 2-3 പീസുണ്ട്. കുരുമുളക് പൊടിയുണ്ട്. കുരുമുളക് ആക്കിൻ്റെ കണ്ണിന് മുകളിലോട്ട് വീഴും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് സെറ്റാക്കും. ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ കിഴങ്ങും തക്കാളിയൊക്കെ നമ്മളിങ്ങനെ ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് പിന്നീട് വെന്ത് കഴിയുമ്പം ഇതെടുത്തിട്ട് നമ്മളിതിൻ്റെ ഗ്രേവി ഉണ്ടാക്കും. പിന്നെ ഇത് നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ സാധനത്തിൽ നമ്മൾ ഒരു 3 പീസ് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ഗ്രേവി ഉണ്ടാക്കി പിന്നെ നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കും കേട്ടോ. നമ്മളിത് കത്തിച്ചു. നമ്മുടെ കുക്കർ നടപ്പ് ഇതിനകത്ത് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. വെള്ളം നിങ്ങൾ ചേർക്കുകയും ചെയ്തിട്ടോ. ഇത് ഫുള്ള് ബട്ടറിലാണ് ചെയ്യുന്നത്. ബട്ടറിൽ വേകുന്ന ടേസ്റ്റ് വേറെ ടേസ്റ്റാണ്. എയറൊക്കെ പോയി സെറ്റായിരിക്കും. നമ്മൾ സംഭവം തുറന്നു പോകണം കേട്ടോ. നല്ല വെന്ത് നല്ല സെറ്റ് ഉരുളക്കിഴങ്ങ് സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയാണ് അടുത്ത പരിപാടി കേട്ടോ. വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല. ഇതിൻ്റെ നെയ്യാണ് ഇറങ്ങി കിടക്കണം മൊത്തം കേട്ടോ. നമ്മളിതിനകത്ത് കുറച്ച് സാധനം എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിതിൻ്റെ ഗ്രേവി സെറ്റ് ചെയ്യാൻ നമ്മളിട്ട ഉരുളക്കിഴങ്ങ് ഇനി സവോള എന്തിനാണ് വലിയ പീസാക്കിയിട്ടെന്ന് മനസ്സിലായാലോ. തക്കാളി കിട്ടത്തില്ല കേട്ടോ. തക്കാളി വെന്തലിഞ്ഞ് പോയി. പിന്നെ നമ്മൾ വേറെ വെള്ളത്തിലൊന്നും അരക്കത്തില്ല കേട്ടോ. ഇതിനകത്ത് ഈ ജ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത് കണ്ടല്ലോ. ഈ ജ്യൂസ് തുള്ളി ഒരു വെള്ളം ഒഴിക്കാവുന്ന ജ്യൂസാണ്. ബട്ടറും ഇതിൻ്റെ നെയ്യും കൂടെ ചേർന്ന് വന്നിരുന്ന ജ്യൂസാണ് കണ്ടല്ലോ. ഇത് മാത്രം നമ്മൾ അരയ്ക്കാനും എടുക്കുള്ളൂ കേട്ടോ. പിന്നെ അരയ്ക്കും വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിനകത്ത് നമ്മളിത് വെന്ത നോക്കിയത് കരളിൻ്റെ 2 പീസും കൂടി അരയ്ക്കും. നമ്മളിവിടെ അത്യാവശ്യം സാധനങ്ങൾ ഗ്രേവിയൊക്കെ ഉള്ള പെറുക്കി എടുത്തു കേട്ടോ. ഇനി ഇതിൻ്റെ ജ്യൂസ് ഒഴിച്ച് കരളിൻ്റെ പീസ് സവോള ഉരുളക്കിഴങ്ങ് ഇനി ഇതിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ച് നമ്മളിതിനെ ഗ്രേവി ആക്കും. ഇതിനകട്ടെ ഇതിന് ജ്യൂസ് നമ്മൾ ശകലം ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ അരച്ച് വെച്ച അരപ്പിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കും. നമ്മൾ അടുത്ത പരിപാടിയോട് ആക്കും കേട്ടോ. ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഫുള്ള് ടേസ്റ്റ് വരുന്നതിനകത്ത് രണ്ടാമത്തെ കടമ്പ. ഇനി നമുക്ക് വേണ്ട സാധനം ഞാൻ പാനാണ്. പാനിനകത്ത് ബട്ടറുണ്ട്. ബട്ടർ ഇട്ട് കേട്ടോ. നമ്മുടെ രുചിക്ക് അനുസരിച്ച് നമുക്കൊരു സാധനത്തിനൊരു കാണുമ്പോൾ ഒരു കൺമതി ഉണ്ടല്ലോ. ആ കൺമതിക്ക് അനുസരിച്ച് രുചി അനുസരിച്ചാണ് 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ ചിലപ്പോൾ രുചി കിട്ടണം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നമുക്കൊരു സന്തോഷം നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് തോന്നുന്ന ആ ഒരു രീതിക്ക് അങ്ങ് ചേർക്കണം. ഇഞ്ചി, പുതിന, വെളുത്തുള്ളി എല്ലാ സാധനം അരച്ച, അതായത് ഇഞ്ചി, മല്ലി, പുതിന എല്ലാം കൂടെ അരച്ച. ഇത് കണ്ടല്ലോ. ഇത്ര വേണ്ട കേട്ടോ. ഇതിൻ്റെ ഒരു പച്ച മണം മാറി. ഇതിൻ്റെ ഒരു പച്ചയായി മാറുകട്ടോ. അതിൻ്റെ അതൊന്ന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ പച്ച മണം നമുക്ക് കേട്ടോ. ഇതിൻ്റെ രഹസ്യ റെസിപ്പിയിൽ ഒന്നും കേട്ടോ. ഇതെന്നാ അറിയോ,
നമ്മുടെ കശുവണ്ടി പരിപ്പ്, നമ്മുടെ സ്വന്തം അണ്ടിപ്പരിപ്പ് കാഷ്നട്ട് അരച്ച് സെറ്റാക്കി വെച്ചിരിക്കണം. മറന്നുപോലെ ബട്ടർ, കാഷ്നട്ട്, ഒരു ശക്കൽ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി സെറ്റായി. കാരണം അടി പിടിക്കത്തില്ലെന്ന് ഉറപ്പാണ്. അറിയോ, നമ്മുടെ സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തേനെ ഇത് കേട്ടോ, ഇതിനകത്ത് നമുക്ക് അക്ഷരം എഴുതാം. അതെ, ആ ഈ, കാരണം അതാണ് നമ്മൾ സെറ്റപ്പ്. ഒരു കാരണത്താൽ ഇതേ പിടിക്കരുത്. ഇത് നമ്മൾ വേവിച്ചതിനകത്ത് ജ്യൂസ് ഊറ്റി വെച്ചേക്കണം കേട്ടോ. ആ ജ്യൂസും കൂടെ ഒഴിക്കണം കേട്ടോ. ഈ ജ്യൂസ് കിടന്നോട് വേഗം. ഇനി ഇതിൻ്റെ കളറും കൊണ്ട് മാറി തുടങ്ങും കേട്ടോ. കളർ ഇനി നമ്മളെ ഇതിനകത്ത് പറിക്കൊണ്ട് പോയല്ലോ. ഇതിനകത്ത് പറിക്ക് പറയുമല്ലോ, സവോള, ഉരുളക്കിഴങ്ങ്, കരളിൻ്റെ, അതായത് വെന്ത കരളിൻ്റെ 2-3 പീസ്, അതിൻ്റെ ജ്യൂസ് എല്ലാം കൂടെ നമ്മൾ കൊണ്ടുപോയായിരുന്നു ഗ്രേവിയൊക്കെ. ആ ഗ്രേവി അയച്ച സാധനം ഇരിക്കണം. ആടാ ഇതിങ്ങോ, ഇത് ഈ പാത്രത്തെ പിടിക്കത്തില്ല. ഉണ്ടല്ലോ, എല്ലാം നല്ല കൊടുത്ത ഗ്രേവി കേട്ടോ. ഇനി ഇതിലൂടെ നമ്മൾ ചേർക്കും കേട്ടോ. നന്നായിട്ട് വെള്ളമൊന്നും ചേർത്ത് പഠിക്കരുത്. സ്പൂണുകൊണ്ട് പഠിക്കാവുന്നതിന് മാത്രം വെച്ചില്ല. വെള്ളമൊന്നും സാധനം ചേർത്തില്ല. വെള്ളം ചേർത്താൽ പോയി. കേട്ടല്ലോ. ഇനി നമ്മൾ പീസ് കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഗ്രേവി എങ്ങനെ ഇരിക്കുന്ന ഓർത്തേക്ക്. എന്നിട്ടാണ് നമ്മുടെ കലാപരിപാടികൾ. കലാപരിപാടി എന്ന് വെച്ചാൽ കഴിക്കുന്ന കലാപരിപാടി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേരത്തില്ല. നമ്മൾ അതിനകത്ത് തന്നെ ഇതെല്ലാം കൂടെ ചേർക്കണം കേട്ടോ. നമ്മുടെ ഗ്രേവി വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റുവാണ്. ഇനി നമ്മുടെ പഴയ സംഭവം കേട്ടാൻ പോകും. നമ്മൾ വെന്ത് റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പ് അത് നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകട്ടോ. ഇങ്ങനെ ഒത്തിരി തിളപ്പിക്കണ്ട. കാരണം നന്ന് ചൂടായിട്ടിരിക്കണം. നമ്മളത് ക്യാമറയിലുള്ളത് വേണ്ട. ഈ പൊട്ടുന്നുണ്ട് കേട്ടോ. ഒത്തിരി തിളക്കരുത്, ഒരുപാട് തിളക്കുകയും ചെയ്ത്. കാരണം നന്നായിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട്. ചുറ്റും ഒന്ന് അനക്കി വിടുകയുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നല്ല ഒന്നാം തരം കരിയാപ്പിലയും ഒരു ശക്കലം കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി പറയാം. ഇത് ഒരു മനുഷ്യനും ഈ സാധനം ചെയ്തിട്ടുണ്ടാകും. ഇത് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ച് തെളിയിച്ച സാധനമാണ്. സംശയം ഉണ്ടെങ്കിൽ വെച്ച് നോക്കി വിളിച്ചോ. ഞങ്ങളുടെ വീഡിയോ അടിയിൽ നല്ല ഒന്നാം തരം കമൻറ്റ് എഴുതിക്കോ. കൊള്ളാമെങ്കിൽ, കൊള്ളത്തില്ലെങ്കിൽ എഴുതിക്കോ. ശർക്കര മല്ലിയില ഒരു ഭംഗിക്കുന്നല്ല കേട്ടോ. ഇതിനെ നമ്മൾ അടച്ചു വെക്കുമ്പോഴത്തേന് ഇതിൻ്റെ ആവിയിൽ മല്ലിയിടുക. പിന്നെ നമ്മൾ സ്വന്തം സാധനം ഇതാണ്. ഞങ്ങൾ കൊണ്ടുവന്ന് പൊട്ടിച്ചെടുത്ത സാധനം കേട്ടോ. ഇത് കണ്ടല്ലോ കിടക്കുന്ന കുരുമുളക്, നല്ല ഒന്നാം തരം കുരുമുളക് കണ്ടല്ലോ. പൊടിച്ചത് തെറ്റായിട്ടില്ല. ഒത്തിരി ഇടില്ല കേട്ടോ. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അണ്ണാകരിഞ്ഞ് പോഞ്ഞ് നാളെ തീരുമാനമാവും കിട്ടും. ഇനി നമ്മളിവരെ ഓഫ് ചെയ്ത് നോക്കാൻ പോകണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അടച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്ത് നോക്കാൻ പോകണം. ചോറ്, നമ്മുടെ കറി എന്നാണ് അതെ. ക്യാമറ എടുത്തുവാ. ഈ കറി വന്നു കേട്ടോ. ക്യാമറ കട്ട് ചെയ്യില്ല കേട്ടോ. നല്ല ചൂട് ചോറ്, ഒരു കഷ്ണം കൂട്ടി. ക്യാമറ ഇട്ടോ. സൗണ്ട് അവധി കിട്ടണം കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഒരു കുഴപ്പം, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഒള്ളി ബട്ടർ, പിന്നെ കാഷ്നട്ട്, ഈ 2 ശ്രദ്ധിച്ചാണ്. ഇതിനകത്ത് ടേസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ മുളക് പൊടിയൊക്കെ ചുമ്മാ പേര് കാണും. ബാക്കി മൊത്തം കുരുമുളക് പൊടിയിലേക്ക് ചെയ്യണം. ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഇത് കഴിച്ച് നോക്കിയിട്ട് ബാക്കി ഒരു പീസ് കഴിച്ചു നോക്കാം. ആഹാ, പ്ലേറ്റ് എടുത്തോ.